അലക്സാണ്ട്രിയയിൽ നിന്നും കെയ്റോയിലേക്ക് പോയ ഈജിപ്ഷ്യൻ വിമാനം റാഞ്ചിയതായി വാർത്തകൾ. വിവരങ്ങളുമായി ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി സുരേഷ് കുമാർ ന്യൂസ് ഡെസ്കിൽ നിന്നും ചേരുകയാണ്. സുരേഷ്, എന്തൊക്കെയാണ് റാഞ്ചലിന് പിന്നിൽ? ആരൊക്കെ എന്തൊക്കെ സൂചനകളാണ് ലഭിക്കുന്നത്? വിവരങ്ങൾ, വിശദാംശങ്ങൾ. അജിംഷാദ്, അല്പസമയം മുമ്പാണ് ഈ ഒരു സംഭവം പുറത്തു വന്നിരിക്കുന്നത്. അതായത് അലക്സാണ്ട്രിയയിൽ നിന്നും കെയ്റോയിലേക്ക് പോയ MS-181 വിമാനമാണ് ഇപ്പോൾ റാഞ്ചിയിരിക്കുന്നത്. ആയുധധാരി റാഞ്ചി എന്നാണ് ഏറ്റവും ഒടുവിലായി വിവരം ലഭിച്ചിരിക്കുന്നത്. സപ്രസ് വിമാനത്താവളത്തിൽ വിമാനം ഇറക്കിയിരിക്കുകയാണ്. വിമാനത്തിൽ 55 യാത്രക്കാരും അതോടൊപ്പം തന്നെ 7 ജീവനക്കാരും ഉണ്ടെന്നാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. അലക്സാണ്ട്രിയയിൽ നിന്നും ഈജിപ്ഷ്യൻ തലസ്ഥാനമായ കെയ്റോയിലേക്ക് പോയ വിമാനമാണ് ഈ ആയുധധാരി റാഞ്ചുകയും സപ്രസിലെ വിമാനത്താവളത്തിൽ ഈ റാഞ്ചി വിമാനം ഇപ്പോൾ ഇറക്കിയിരിക്കുകയുമാണ്. വളരെയധികം ഭയപ്പാടോടെയാണ് ലോകം ഈ അടുത്ത കാലത്തായി ഇത്തരം വിമാന ദുരന്തങ്ങളെയും വിമാന റാഞ്ചലിനെയും നോക്കിക്കാണുന്നത്. ലോകത്താകമാനം ഭീകരവാദം അതിൻ്റെ ഒരു ശക്തി പ്രകടനത്തിൻ്റെ ഒരു ഭാഗമായി, ഇത്തരം ഭയപ്പെടുത്തലിൻ്റെ ഭാഗമായി ഇത്തരം വിമാന റാഞ്ചലുകളെയും തട്ടിക്കൊണ്ടുപോകലിനെയും അവരുടെ ഉദ്ദേശ മാർഗത്തിലേക്ക് നയിക്കുന്ന സാഹചര്യത്തിൽ ഇത്തരം ഒരു റാഞ്ചലിനെ വളരെ ഗൗരവത്തോടെയാണ് കാണേണ്ടത്. ഈജിപ്ഷ്യൻ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 3 മാസങ്ങൾക്ക് മുമ്പാണ് ഒരു റഷ്യൻ വിമാനം ഇത്തരത്തിൽ ഈജിപ്തിൽ വെച്ച് റാഞ്ചപ്പെട്ടതും ആ രീതിയിലേക്ക് തന്നെയാണ് ഇത്തരം കാര്യങ്ങളും പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. വിമാനത്തിൽ 55 യാത്രക്കാർ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ 7 ജീവനക്കാരുമാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. വിമാനത്തിൽ ബോംബ് വെച്ചിട്ടുണ്ട് എന്ന രീതിയിലുള്ള അഭ്യൂഹങ്ങളും പ്രചരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഊർജിതമായ രക്ഷാപ്രവർത്തനങ്ങളും അതോടൊപ്പം തന്നെയുള്ള സജ്ജീകരണങ്ങളും തന്നെയാണ്. സുരേഷ്, ഈജിപ്തിലെ തന്നെ അലക്സാണ്ട്രിയയിൽ നിന്നും കെയ്റോയിലേക്ക് പോയ വിമാനമാണ് സൈപ്രസ് എന്ന മറ്റൊരു രാജ്യത്തേക്ക്, ഒരുപക്ഷെ ഗ്രീസിന്റെ അധീനതയിലുള്ള പ്രദേശമാണത്, അവിടേക്ക് കൊണ്ടുപോകുന്നത്. ഇതിന്റെ ഒക്കെ സ്വഭാവം വെച്ചിട്ട് ഇത് ഏത് ഭീകരരാണ് അല്ലെങ്കിൽ ഒരു ഭീകര പ്രവർത്തനമാണോ? അത്തരത്തിലുള്ള വാർത്തകൾ എന്തെങ്കിലും ക്രോഡീകരിക്കപ്പെടുന്നുണ്ടോ? അത്തരത്തിലുള്ള വിവരങ്ങളൊന്നും നമുക്ക് ലഭ്യമായില്ലെങ്കിലും ആ രീതിയിലേക്ക് തന്നെ കാര്യങ്ങൾ അനുമാനിക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് നമുക്കറിയാം, IS ഭീകരത ലോകത്ത് തഴച്ചു വളരുന്ന ഒരു സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് ഈ അടുത്ത കാലത്ത് IS ഭീകരർ പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിലായാലും അറേബ്യ കൺട്രീസിലായാലും അവരുടെ ഭീകരവാദത്തിൻ്റെ വിത്ത് പാകുകയും അത് കൊയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരം ദുരന്ത വാർത്തകൾ നമ്മൾ ദിവസേന അല്ലെങ്കിൽ അത്തരം അനുദിനം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് വിമാനം റാഞ്ചപ്പെട്ടു എന്നുള്ള ഏറ്റവും ഒടുവിലുള്ള ഈ ഒരു വാർത്തയും ലഭ്യമായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അജിംഷാദ് ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം, 3 മാസങ്ങൾക്ക് മുമ്പ് ഇത്തരം ഒരു വിമാനം ഈജിപ്തിൽ റാഞ്ചപ്പെടുകയും നിരവധി ആളുകൾ അത്തരമൊരു മുൾമുനയിൽ നിർത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക്, അതായത് IS ഭീകരർ ഇങ്ങനെ സാധാരണക്കാരായ ആൾക്കാരെ അവരുടെ ജീവൻ കയ്യിലെടുത്തുകൊണ്ട് തങ്ങളുടെ ഉദ്ദേശങ്ങൾ വാങ്ങിയെടുക്കാനും അല്ലെങ്കിൽ തങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് അത് ലോകത്തിൻ്റെ ആ ഒരു ഭീകരതയുടെ ആ ഒരു ഭീകരത അത് ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കാനും ഇത്തരം ഹീനമായ മാർഗങ്ങൾ ഏറ്റെടുക്കുകയും അത് പ്രാവർത്തികമാക്കുകയും കണ്ടഹാറിലേക്ക് നമ്മുടെ വിമാനം ഇന്ത്യയിൽ നിന്നും റാഞ്ചിക്കൊണ്ടുപോയി അതിന്റെ വേദന, സാധാരണക്കാരായ യാത്രക്കാർ ഉൾപ്പെടുന്നതിന്റെ വേദന തീർച്ചയായും നമുക്കും വളരെ പെട്ടെന്ന് മനസ്സിലാകുന്നതാണ്. ഇപ്പോൾ സൈപ്രസിലുള്ള വിമാനത്തിലെ യാത്രക്കാരുടെ സുരക്ഷയെ സംബന്ധിച്ച് എന്തൊക്കെയാണ് അധികൃതർ വ്യക്തമാക്കുന്നത്? അധികൃതർ ഇത് സംബന്ധിച്ച് പരിശോധന നടത്തുകയും അല്ലെങ്കിൽ അവരെ രക്ഷിക്കാനുള്ള എല്ലാ സുരക്ഷാ മാർഗങ്ങളും സ്വീകരിച്ചു എന്ന് തന്നെയാണ് അധികൃതർ പറയുന്നത്. 55 യാത്രക്കാരും അതോടൊപ്പം തന്നെ 7 ജീവനക്കാരുമാണ് ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരങ്ങളനുസരിച്ച് ഈ വിമാനം റാഞ്ചാൻ ഒരുപാട് പേരുണ്ടായിരുന്നില്ലെങ്കിൽ ആയുധധാരി വിമാനം റാഞ്ചി എന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ആ റാഞ്ചിയ വ്യക്തി വിമാനത്തിൽ ബോംബ് വെച്ചിട്ടുണ്ട് എന്നുള്ള വാർത്തയും പുറത്തു വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ യാത്രക്കാരെ രക്ഷപ്പെടുത്താനുള്ള മാർഗം തന്നെയാണ് രക്ഷാപ്രവർത്തകർ തേടിക്കൊണ്ടിരിക്കുന്നത്. ഈജിപ്തിലെ യാത്രക്കാർ തന്നെയാണ് അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിലെ യാത്രക്കാരും ഇതിലുണ്ടോ എന്ന കാര്യത്തിൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. ആ രീതിയിലുള്ള പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ആത്യന്തികമായി സുരക്ഷാ സേന ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ചെയ്യുന്നത്. സുരക്ഷാ സേന ഇപ്പോൾ സുരേഷ് കുമാറാണ് വളഞ്ഞിരിക്കുകയാണ്. യാത്രക്കാരെ രക്ഷപ്പെടുത്തുക എന്നുള്ള കർത്തവ്യത്തിലേക്ക് അവർ ഉടൻ കടക്കും എന്ന് തന്നെ നമുക്ക് അനുമാനിക്കാം. തീർച്ചയായും സുരേഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്.